ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നലെ നമ്മളത്തെ വീഡിയോ വന്നിട്ടുള്ളത് പാര ഉപയോഗിച്ചിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് തേങ്ങ പൊളിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം എന്നുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ തേങ്ങ പൊളിക്കാൻ അറിയുന്നവരും അറിയാത്തവരും ഒന്ന് കാണട്ടോ. തേങ്ങ പൊളിക്കുന്നവർക്ക് അത് വളരെ സിമ്പിളാക്കാനും അറിയാത്തവർക്ക് അത് പഠിക്കാനും വേണ്ടിയിട്ട് ഈ വീഡിയോ ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അത്യാവശ്യം ഉണങ്ങിയ തേങ്ങ തന്നെയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ബുദ്ധിമുട്ട് ഉണങ്ങിയ തേങ്ങ പൊളിക്കാൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ തേങ്ങ പൊളിക്കുന്ന സമയത്ത് പച്ചയായാലും ഉണങ്ങിയതായാലും ഒരിക്കലും തേങ്ങൻ്റെ സെൻറ്ററിൽ ഇട്ടുകൊണ്ട് കുത്തി പൊളിക്കരുത് കേട്ടോ. അതിൻ്റെ ആ കണ്ണുഭാഗം വരുന്ന ആ മുകൾ ഭാഗത്താണ് നമ്മൾ പ്രസ് ചെയ്തെങ്ങാണ്ട് ഇങ്ങനെ അമർത്തിങ്ങാണ്ട് പൊളിക്കേണ്ടത്. ഉണങ്ങിയ തേങ്ങയൊക്കെ പ്രത്യേകിച്ച് ആകുമ്പോൾ സെൻറ്ററിലൊക്കെ കുത്തിയാൽ ഒരിക്കലും ഇത് ഇങ്ങനെ താഴ്ന്നു പോകില്ല നമ്മളെ പാരമ്മക്ക്. പച്ചത്തേങ്ങയാണെങ്കിൽ ഓക്കെ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, അത്യാവശ്യം വലുപ്പമുള്ള തേങ്ങയൊക്കെ ആണെങ്കിൽ. പക്ഷെ ഉണങ്ങിയതും പച്ചും ഈ രീതിയിൽ പൊളിക്കാണ്ട് ഏറ്റവും സിമ്പിൾ. മുകൾ ഭാഗത്ത് പറയുമ്പോൾ തേങ്ങൻ്റെ ആ ഒരു തോടൊന്നും ഇല്ലാത്തതുകൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്താൽ അങ്ങനെ താഴ്ന്നു പോവും. പിന്നെ പൊളിക്കാനായിട്ട് വളരെ സിമ്പിളുമാണ്. എന്നിട്ട് നമ്മളിതുപോലെ ഓരോ സൈഡും ഇങ്ങനെ പൊളിച്ചിങ്ങനെ എടുക്കുക കേട്ടോ. എന്നിട്ട് അടർന്ന് പോരുന്ന ചകിരിയൊക്കെ ഇങ്ങനെ അതിൽ നിന്ന് മാറ്റി കൊടുക്കുക. ലാസ്റ്റ് ഒന്നുണ്ടാവും, അത് നമ്മൾ സൈഡിൽ നിന്നായിട്ട് ഇങ്ങനെ അടർത്തിയിട്ട് കളയുക. ലാസ്റ്റ് നമ്മൾ ഈ ചകിരിയൊക്കെ ഇതുമെന്ന് ഇങ്ങനെ കളയുക. ലാസ്റ്റ് ഇതിൻ്റെ നാരൊക്കെ ഇതുമെന്ന് വിട്ട് കളയുക. അപ്പോൾ നമ്മളെ തേങ്ങപ്പൊളി പെട്ടെന്ന് കഴിഞ്ഞിട്ടോ. ഞാൻ അത്യാവശ്യം ഉണങ്ങിയ തേങ്ങയാണ് എടുത്തത്. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ പൊളിക്കുകയാണെങ്കിൽ പച്ചയായാലും ഉണങ്ങിയതായാലും വളരെ സിമ്പിളായിട്ട് കഴിയും കേട്ടോ. ഇനി നമുക്ക് തേങ്ങ പൊട്ടിക്കണമെന്ന് പഠിക്കാം കേട്ടോ. അപ്പോൾ തേങ്ങ പൊട്ടിക്കുന്ന സമയത്ത് എന്താ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഈ തേങ്ങക്ക് 3 കണ്ണുണ്ടാവില്ലേ. അപ്പോൾ അതിൽ 2 കണ്ണ് ഒരുപോലെയും ഒരു കണ്ണ് ഡിഫറൻറ്റും ആയിരിക്കും. ആ ഡിഫറൻറ്റുള്ള കണ്ണിനെ നേരെ ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ ഒന്ന് വരഞ്ഞെടുക്കുക ചുമ്മാ. അതിന് സെൻറ്റർ നമുക്കൊരു ഒരു കമ്പട്ടം കണക്ക് അറിയാമല്ലോ. എന്നിട്ട് ഇവിടെ നമ്മൾ കത്തിൻ്റെ മൂർച്ചയില്ലാത്ത ഭാഗം ഉപയോഗിച്ചിട്ട് 2-3 നല്ലൊരു കൊട്ടാണ്ട് കൊടുക്കുക. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് നല്ല കറക്റ്റിൽ നമുക്ക് പൊട്ടിക്കാനായിട്ട് പറ്റും കേട്ടോ. എനിക്കും ആദ്യം ശരിക്കും ഇത് പൊട്ടിക്കാൻ അറിയില്ലായിരുന്നു. പിന്നെ എനിക്ക് വാട്സപ്പിൽ ആണ് തോന്നുന്ന ഒരു വീഡിയോ കണ്ടത് കേട്ടോ. ഈ ഒരു വിദ്യ നമ്മൾ തേങ്ങാവെള്ളമൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ കണ്ണുണ്ടല്ലോ, ആ കണ്ണിന് നേരെ വന്നിട്ട് സെൻറ്ററിലാണ്ട് അടയാളപ്പെടുത്തുക. എന്നിട്ടാണ്ട് 2-3 കൊട്ടാണ്ട് കൊടുക്കുക. അതുപോലെ നല്ല കറക്റ്റായിട്ടാണ് നമ്മുടെ തേങ്ങ പൊട്ടിക്കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ കത്തിൻ്റെ ഒരിക്കലും മൂർച്ചയുള്ള ഭാഗം ഉപയോഗിച്ചിട്ട് നമ്മൾ ഇത് പൊട്ടിക്കരുത്. കാരണം അഥവാ തേങ്ങയൊക്കെ മുറിഞ്ഞാൽ നമ്മൾ കൈമ തട്ടിയ പിന്നെ നമുക്ക് ഭയങ്കര ദോഷം ചെയ്യും, നമ്മൾ കൈ മുറിയാൻ വരെ സാധ്യത ഉണ്ട്. അപ്പോൾ അത് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ആ കണ്ണ് മാറരുത്, അതിന് ഡിഫറെൻ്റ് ആയിട്ട് ഒരു കണ്ണേ ഉണ്ടാവുള്ളൂ. ആ കണ്ണിൻ്റെ നേരെ വരിക. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തുക. എന്നിട്ട് 2-3 മേട്ടം കൊടുക്കുക. കുറച്ച് അത്യാവശ്യം നല്ല മേട്ടം കൊടുക്കണം, ചെറുത് കൊടുത്തിട്ട് കാര്യമല്ല കേട്ടോ. ചെറുത് കൊടുത്താൽ എന്താ വെച്ചാൽ ഇത് നമ്മളെ തേങ്ങൻ്റെ പൂളും അതുപോലെ അതിൻ്റെ ചിരട്ടയും സെപ്പറേറ്റ് ആയിട്ടാണ് പോരും. അപ്പോൾ അതല്ല എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.